ഒട്ടേറെ ചരിത്ര ശേഷിപ്പുകളോടെ വിശിഷ്ട പരമ്പരകളുടെ കണ്ണിയായി നിലകൊള്ളുകയാണ് വളപട്ടണം കക്കുളങ്ങര പള്ളി. 1300 വർഷങ്ങളിലേറെ പഴക്കമുള്ള പള്ളി മതസാഹോദര്യത്തിന്റെ പ്രതീകം കൂടിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണ് വളപട്ടണം കക്കുളങ്ങര പള്ളി. അറയ്ക്കൽ, ചിറയ്ക്കൽ രാജവംശങ്ങളുടെ മതസൗഹാർദ്ദത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം. കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് പള്ളിയുടെ നിർമ്മാണം. കുഫിക് ലിപിയിലുള്ള ശിലാരേഖ പള്ളിയിലുണ്ട്. പള്ളിയോടനുബന്ധിച്ച് ജലാലുദ്ദീൻ ബുഖാരി വലിയുടെ മക്ബറയും സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 650-700 വർഷമായി ഈ പള്ളിയുടെ സ്ഥിതി ചെയ്യുന്നത്. ഇതിലിപ്പോൾ അറിയപ്പെടുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ വന്ന ആൾക്കാരാണ്. ബുഖാർ എന്ന സ്ഥലത്ത് നിന്ന് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി പറയപ്പെടുന്ന തങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊടുക്കുന്നത്. ഏകദേശം 650 വർഷത്തോളമായി ഹിജറ 800-ലാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ അബൂ സിദ്ദീഖ് റളിയല്ലാഹു പാരമ്പര്യപ്പെട്ട ആൾക്കാരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. വളപട്ടണത്തെ ഗാസി ഭവൻ എന്നാണ് പള്ളി അറിയപ്പെടുന്നത്. കേരളത്തിലെ ബുഹാരി തങ്ങൾമാരുടെ തുടക്കം വളപട്ടണത്ത് നിന്നുമാണ്. പൈതൃക സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കക്കുളങ്ങര പള്ളിയിൽ നവീകരണ പ്രവർത്തികൾ നടന്നു വരികയാണ്. പാരമ്പര്യവും ചരിത്ര പ്രാധാന്യവും കാത്തുസൂക്ഷിച്ച് കേരളത്തിന്റെ പൈതൃക ഭൂപടത്തിലെ പ്രധാന ഇടമാക്കി പള്ളിയെ മാറ്റാനാണ് തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.